നമസ്കാരം. സംസ്ഥാനത്ത് കാലവർഷം കനത്തതോടെ പരക്കെ നാശനഷ്ടം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. തൃശൂർ അരിമ്പൂർ കോൾപ്പാട് ശേഖരത്തിൽ മിന്നൽ ചുഴലിയുണ്ടായി. ചുഴലിയെ തുടർന്ന് പമ്പ് ഹൗസ് തകർന്നു. മോട്ടോർ ഷെഡിന്റെ മേൽക്കൂര പറന്നുപോയി. ട്രസ് വർക്ക് ചെയ്ത ഇരുമ്പ് ഫ്രെയിമുകൾ കാറ്റിൽ ഇളകിത്തെറിച്ചു. ഇന്ന് രാവിലെ 10:30 സംഭവം. 100 ഏക്കർ വരുന്ന തോട്ടുപുര പാടശേഖരത്തിലെ മോട്ടോർ പുരയ്ക്കാണ് നാശമുണ്ടായത്. ചെറുതുരുത്തിൽ ഓടുന്ന ട്രെയിനിന് മുകളിൽ മരം വീണും നാശമുണ്ടായി. ജാംനഗറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിന് മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത്. രാവിലെ 10:30 ഈ അപകടം. 1 മണിക്കൂറോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. തൃശൂർ കാര്യാട്ടുകരയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണു. പുഴയ്ക്കൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ഗോപിയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. വീടിന്റെ 2ാമത്തെ നിലയിലേക്ക് വീടിന്റെ പുറകിൽ നിന്നിരുന്ന മരം വീഴുകയായിരുന്നു. വിവിധ ജില്ലകളിലായി 10-ലേറെ വീടുകളും വാഹനങ്ങളും മരം വീണ് തകർന്നു. ആലപ്പുഴ, തൃക്കുന്നപ്പുഴ അടക്കം പലയിടത്തും കടൽക്ഷോഭം രൂക്ഷമായി. ഇടുക്കി മലങ്കര അണക്കെട്ടിന്റെ ഷട്ടറുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ 5 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. ഇന്ന് മറ്റ് 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 11 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴയിൽ തൃശൂർ ചന്ദ്രാപിന്നി പപ്പടം നഗറിൽ വെള്ളം കയറി. 30ഓളം വീടുകൾ വെള്ളത്തിലാണ്. തുടർച്ചയായി പെയ്ത മഴയിലാണ് തോട് കവിഞ്ഞൊഴുകി വീടുകൾ വെള്ളത്തിലായത്. ദേശീയപാത ചന്ദ്രാപിന്നി ബൈപ്പാസ് നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ അടഞ്ഞുകിടക്കുന്നതും വെള്ളക്കെട്ടിന് കാരണമായി. പപ്പടം നഗറിലേക്കുള്ള റോഡിലും വെള്ളം കയറി. തൃശൂർ മുനക്കൽ ബീച്ചിൽ ശക്തമായ കാറ്റിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. കാറ്റിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ ഓടുകൾ പറന്നുപോയി. അഴീക്കോട് ബീച്ചിൽ ചീനവലകൾ ഉൾപ്പെടെ തകർന്നു. തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ അപകടം ഒഴിവായി. ഫോർട്ട് കൊച്ചിയിൽ കനത്ത മഴയിൽ മതിലിടിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. മുനമ്പം ഹാർബറിനകത്ത് മരം വീണ് വാഹനങ്ങൾ തകർന്നു. 5ഓളം വാഹനങ്ങളാണ് മരം വീണ് തകർന്നത്. ശബരിമല പാതയിൽ ശക്തമായ കാറ്റിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരങ്ങൾ കടപുഴകി വീണത് മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണമല മുതൽ ഇലവുങ്കൽ വരെയാണ് മരങ്ങൾ ഒടിഞ്ഞു വീണത്. കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ വാലില്ലാപ്പുഴയിൽ വീടിന് മുകളിൽ അടുത്ത വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണ് 1.5 മാസം പ്രായമായ കൈക്കുഞ്ഞിന് പരിക്കേറ്റു. കുഞ്ഞിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഒളിപ്പാറമേൽ അജീരുടെയും അലീനയുടെയും മകൾ അൻഹയ്ക്കാണ് പരിക്ക് പറ്റിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു ഈ അപകടം. തൊട്ടിൽ പാലത്ത് കുറ്റ്യാടിപ്പുഴയുടെ കൈവഴിയായ ഇരിങ്ങാട് തോടിന്റെ തീരം ഇടിഞ്ഞു. തീരത്തുള്ള മസ്ജിദുൽ ഫാറൂഖ് പള്ളിയും കോട്ടേഴ്സും അപകട ഭീഷണിയിലാണ്. രാത്രിയുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് തോട്ടിൽ ജലമൊഴുക്ക് വർദ്ധിച്ചതാണ് തീരം ഇടിയുന്നതിന് കാരണമായത്. കോട്ടേഴ്സിലെ താമസക്കാരായ 4 കുടുംബത്തിലെ 14 പേരെ മാറ്റി താമസിപ്പിച്ചു. മണ്ണിടിച്ചിൽ മൂലം ദേശീയപാതകളിൽ ഉൾപ്പെടെ ഗതാഗത നിയന്ത്രണങ്ങളുണ്ട്. കൊച്ചി, പൊന്നാനി തീരങ്ങളിൽ കടൽക്ഷോഭം ശക്തമാണ്. ശക്തമായ കാറ്റിനൊപ്പം മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജില്ലകളിൽ കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. കേരള തീരത്ത് നാളെ രാത്രി വരെ ഉയർന്ന തിരമാല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റെഡ് അലർട്ട് നിലനിൽക്കുന്ന വയനാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലേക്ക് NDRF സംഘം ഇന്ന് എത്തിച്ചേരും. നേരത്തെ മണ്ണിടിച്ചിലിൽ ദുരന്തം സംഭവിച്ച വിലങ്ങാട് കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് റിപ്പോർട്ട്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ട്. ഇന്നലെയാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയത്. പതിവിനേക്കാൾ 8 ദിവസം നേരത്തെയാണിത്. 16 വർഷം മുൻപ് 2009 ഇതിനു മുൻപ് നേരത്തെ കാലവർഷം എത്തിയത്. മധ്യകിഴക്കൻ അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം കൂടാതെ ഈ മാസം 27 മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് പുറമെ വിവിധ തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് ബുധനാഴ്ച വരെ മീൻപിടുത്തം വിലക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് പകർച്ചവ്യാധി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.